പിണറായി സർക്കാരിനെതിരെ ഗുരുതരമായ ഒരു അഴിമതി ആരോപണം കൂടി വന്നിരിക്കുന്നു. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 60 ലക്ഷം രൂപയ്ക്ക് കരാർ ഉണ്ടാക്കിയെന്നും ഇതിൽ 22 ലക്ഷം രൂപ CPM-ന്റെ കോഴിക്കോടുള്ള പ്രമുഖ നേതാവ് കൈപ്പറ്റിയെന്നും ഒരു കോഴിക്കോട് സ്വദേശി തന്നെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസുമായുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ച് PSC പദവി നൽകാമെന്ന് പറഞ്ഞ് പരാതിക്കാരനായ ഡോക്ടറിൽ നിന്ന് പണം കൈപ്പറ്റുകയായിരുന്നു അത്രേ. ഡിവൈഎഫ്ഐ നേതാവായിരിക്കെ മുഹമ്മദ് റിയാസിന്റെ വലം കൈയായി പ്രവർത്തിച്ചയാളാണ് അഴിമതിക്ക് ഇടനിലക്കാരനായത് എന്നാണ് വിവരം. PSC അംഗത്വത്തിന് 60 ലക്ഷം രൂപയാണ് കോഴ ഉറപ്പിച്ചത് എങ്കിലും ഇത് ലഭിക്കാതെ വന്നപ്പോൾ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ഇതും നടക്കാതെ വന്നപ്പോൾ പണം കൊടുത്തയാൾ പാർട്ടിക്ക് പരാതി നൽകുകയാണ് ഉണ്ടായത്. അഴിമതി തുക ഫോണിൽ പറഞ്ഞുറപ്പിക്കുന്നതിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുള്ളതിനാൽ ആരോപണ വിധേയർക്ക് അത്ര വേഗമൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല. പരാതി ലഭിച്ചതിനെ തുടർന്ന് CPM അന്വേഷണം നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പാർട്ടി ഇക്കാര്യം രഹസ്യമാക്കി വെച്ചു. അതുകൊണ്ടായിരിക്കണം പരാതിക്കാരന് തന്നെ വെളിപ്പെടുത്തൽ നടത്തേണ്ടി വന്നത്. സംഭവം പുറത്തായതോടെ CPM നേതൃത്വവും പിണറായി സർക്കാരും വെട്ടിലായിരിക്കുകയാണ്. ആരോപണം ഉയർന്നിരിക്കുന്നത് പാർട്ടി നേതാവിനും പൊതുമരാമത്ത് മന്ത്രിക്കും എതിരെയായതിനാൽ CPM-ഉം സർക്കാരും മറുപടി പറയേണ്ടി വരും. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആദ്യമായിട്ടല്ല അഴിമതി ആരോപണം ഉയരുന്നത്. മദ്യനയത്തിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞ് ടൂറിസം മന്ത്രി കൂടിയായ റിയാസിന്റെ നിർദ്ദേശപ്രകാരം ബാർ ഉടമകളിൽ നിന്ന് പണം പിരിക്കാൻ തീരുമാനിച്ചുവെന്ന വിവരം വലിയ വിവാദമായിട്ട് അധിക നാളായിട്ടില്ല. എക്സൈസ് വകുപ്പിനെ അറിയിക്കാതെ ടൂറിസം സെക്രട്ടറിയെ കൊണ്ട് ചില ബാറുകളെയും പങ്കെടുപ്പിച്ച് യോഗം വിളിപ്പിച്ചത് മന്ത്രി റിയാസ് ആണെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. നിശ്ചിത തുക വീതം നൽകിയില്ല എങ്കിൽ സർക്കാരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനാവില്ല എന്ന് ഒരു ബാറുടമ തന്നെ പറഞ്ഞത് മന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി. യോഗം നടന്ന സ്ഥലവും തീയതിയും ആരാണ് യോഗം വിളിച്ചു കൂട്ടിയത് എന്നും ആരെല്ലാമാണ് പങ്കെടുത്തത് എന്നും ഒക്കെയുള്ള വിവരങ്ങൾ വെളിപ്പെട്ടിട്ടും തനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് മന്ത്രി ചെയ്തത്. ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ച മന്ത്രിക്ക് പലതവണ മാറ്റി പറയേണ്ടി വന്നു. അഴിമതി മൂടിവെക്കേണ്ടത് ആവശ്യമായതിനാൽ ബാർ ഉടമകളും പ്രതിപക്ഷവും സർക്കാരിനൊപ്പം നിന്നു. പൊതുമരാമത്ത് വകുപ്പിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലും മന്ത്രി റിയാസിന് നേർക്ക് അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. CPM-ഉമായി സഹകരിക്കുന്ന ഒരു സൊസൈറ്റിക്ക് സർക്കാർ കോടികളുടെ കരാർ നൽകുകയും അതിന്റെ വിഹിതം പാർട്ടിയും നേതാക്കളും മന്ത്രിമാരുമൊക്കെ കൈപ്പറ്റുകയാണ് എന്നുമുള്ള ആരോപണം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുകയാണ്. ശരിയായ അനുപാതത്തിൽ നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിക്കാതെ നിർമ്മിച്ച റോഡുകളും പാലങ്ങളും മറ്റും തകർന്നതിൽ അഴിമതിയുണ്ട് എന്ന് ആരോപണമുയർന്നിട്ടും മുഹമ്മദ് റിയാസ് സംരക്ഷിക്കപ്പെട്ടു. കാര്യമായ അഴിമതികൾ ഒന്നുമില്ലാതെ പൊതുമരാമത്ത് ഭരിച്ച സുധാകരന്റെ വിരുദ്ധ ധ്രുവത്തിലാണ് മുഹമ്മദ് റിയാസ് എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അഴിമതിയാണ് പിണറായി ഭരണത്തിന്റെ മുഖമുദ്രയെന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ അഴിമതികൾക്ക് ഭൂഖണ്ഡാന്തര വ്യാപ്തിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയൊന്നുമില്ല. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇത് ശരിവയ്ക്കുകയും ചെയ്യുന്നു. ഈ അഴിമതി സാമ്രാജ്യത്തെ നിയന്ത്രിക്കാനാണ് മുഖ്യമന്ത്രി ഇടയ്ക്കിടെ നടത്തുന്ന വിദേശയാത്രകൾ എന്ന് പോലും സംശയം ഉയരുന്നുണ്ട്. ഭരണ സംവിധാനം ഉപയോഗിച്ച് വൻതോതിൽ അഴിമതി നടത്തുകയാണെന്ന ആരോപണം പല കോണുകളിൽ നിന്ന് ഉയർന്നിട്ടും മുഖ്യമന്ത്രിക്ക് യാതൊരു കൂസലുമില്ല. അഴിമതിയുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു. PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ മരുമകനായ മന്ത്രിയെ പ്രതിരോധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ്. നാട്ടിൽ പല തട്ടിപ്പുകൾ നടക്കുന്നുവെന്നും അതിനെതിരെ നടപടിയെടുക്കുമെന്നും ഒക്കെ മുഖ്യമന്ത്രി പറയുന്നത് ആരും വിശ്വാസത്തിലെടുക്കില്ല. തട്ടിപ്പ് നടത്തുന്നവരിൽ പാർട്ടി നേതാക്കളും മന്ത്രിമാരും ഉണ്ട് എന്നതാണ് പ്രശ്നം. അവർക്കെതിരെ എന്ത് നടപടി എടുക്കുമെന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും. തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രം ഇനി വിലപ്പോകില്ല എന്ന കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും ഓർക്കുന്നത് നല്ലതാണ്.